നിങ്ങൾ 14 ജില്ലയിൽ എവിടെ ലാൻഡ് പറഞ്ഞോളൂ. രമ്യ ഒരു സ്ഥലത്ത് ചോദിച്ചു എന്നോട്, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഇങ്ങനെ പയ്യന്നൂർ അടക്കല്ല ഓരോരോ ലാൻഡുകൾ, തിരുവനന്തപുരം വിഴിഞ്ഞം വരെ. വിഴിഞ്ഞത്ത് ഇപ്പോൾ നമ്മളൊരു ഓഫീസുണ്ട്. അവിടെ എത്ര സറൗണ്ടിങ്ങിൽ ഹൈവേൻ്റെ മുന്നിൽ എന്തുണ്ട് വില, ഏതാണ് ലാസ്റ്റ് കച്ചവടം നടന്നത്, കേരളത്തിൽ ഏതാണ് വലിയ കച്ചവടങ്ങൾ നടന്നത്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും. ഞാൻ ചോദിച്ചും മനസ്സിലാക്കും. അത് ഈ ബ്രോക്കർമാരോടും മറ്റവരോടും എല്ലാവരും ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിലെത്തും. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ്. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ആരെങ്കിലും അവിടെ എത്ര വില ഉണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അത്താണി എന്ത് വില ഉണ്ട്, അപ്പോൾ ഏതാ സ്ഥലം ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിറവാണ്, പത്തനംതിട്ടയാണ്, ഏതാണെന്നില്ല, ആലപ്പുഴ ജില്ലയിൽ എവിടെയാണെങ്കിലും അത് നമ്മൾ ആ കാലത്ത് വന്നൊരു ഒരു ആ വന്ന വഴിയില്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊരു ഫീൽഡ് ആകുമ്പോൾ ഇപ്പോൾ രമ്യ എന്നോട് ചോദിച്ചോളൂ ഇന്നൊരു സ്ഥലത്ത്, അത് നിങ്ങൾ രമ്യ വേറൊരാളോട് വിളിച്ച് ചോദിച്ചു അവിടെ ലാസ്റ്റ് നടന്ന കച്ചവടം അതായിരിക്കും. ഉറപ്പൊന്നും ഞാൻ പറയുന്നത് എൻ്റെ ഫീൽഡിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കും. പക്ഷേ ഇക്കയുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ സമയത്തിലൊരു പിള്ളേരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ എന്താവണമെന്ന് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ബിസിനസ്, പിന്നെ വേറിട്ട് കുറച്ച് പേരാണ് കലകളിലേക്ക് തിരിഞ്ഞൊക്കെ പോവുക. പക്ഷെ അവിടെ നിന്നൊന്നും അധികം സ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അധികം അങ്ങനെ ഒരാളും ഇതിങ്ങനെ ഡ്രീം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ കൂടെ ആയിരിക്കും അത്രയും അങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ വേറിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടിട്ടാണോ ഇക്കയ്ക്കും തൊട്ട് മുന്നേ പറഞ്ഞു വേർപ്പൊഴുക്കാതെ എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന്, അങ്ങനെ അത് ഏത് വഴി കൂടെ പോയാൽ ഉണ്ടാക്കാം എന്നുള്ളൊരു ട്രാക്കിൽ നിന്നാണോ? എങ്ങനെ ഈ ഒരു മേഖലയെക്കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇനി പറയുന്ന കാര്യം രമ്യ ശ്രദ്ധിച്ചോ, ഈ ഇപ്പോഴത്തെ ആഗ്രഹം പറയാം, പഴയ ഒരു ആഗ്രഹം കൂടി ഞാൻ പറയാം. ഞങ്ങൾ ചോദിച്ചൊരു സംഭവം, ഇപ്പം എനിക്ക് എലോൺ മസ്കിനെയും പിന്നെ അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാർക്ക് ഒരു കച്ചവടം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ നടക്കുന്നത്. ആ തുടക്കത്തിൽ നമുക്ക് എന്തായിരുന്നു വിചാരിച്ചാൽ, ആരാണ് വലിയ വലിയ പണക്കാർ, ദുബായിൽ നിന്നാണല്ലോ അന്ന് പണങ്ങൾ ഇവിടെ പിന്നെ ഒരു വാങ്ങുന്നത്. അപ്പോൾ അന്നത്തെ കാലം മുതലേ യൂസഫ് അലിക്ക ഇന്നും യൂസഫ് അലിക്ക നിൽക്കുന്നത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, എല്ലാ സ്ഥലത്തും യൂസഫ് അലിക്ക നമ്പർ 1. അങ്ങനത്തെ യൂസഫ് അലിഖാനെ പോലത്തെ, രവിപിള്ള സാറിനെ പോലത്തെ ആൾക്കാർ എത്തിപ്പെട്ട് കച്ചവടങ്ങൾ ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പനായാലും അങ്ങനെയല്ല, കേരളത്തിലെ 10, 25, 30 വലിയ പണക്കാരടുത്ത് എത്തിപ്പെട്ട് കച്ചവടങ്ങൾ ചെയ്യണം എന്നാണ് ആ കാലഘട്ടം മുതലേ ഉള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പിന്നെ ഇവരുടെ അടുത്തൊക്കെ പിന്നെ നമ്മൾ എത്തിപ്പെട്ട ഒരു കച്ചവടങ്ങൾ സംസാരിക്കുക എന്നുള്ള. അപ്പോൾ ഇപ്പം എൻ്റെ മൈൻഡ് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് ഹലോ സാർ എന്ന് പറയുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം. ഇപ്പോൾ ട്രംപിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ, എലോൺ മസ്കിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ, ഹലോ സാർ എലോൺ മസ്ക് അല്ലേ, സുലൈമാനാണെന്ന് പറയാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യം നമ്മളിലുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ പുതിയ ജനറേഷനോട് പറയുന്നത്. നമ്മൾ ആരോടും റിയൽ എസ്റ്റേറ്റ് മേഖല സംസാരിക്കാൻ ഒരു ഭയം ഉള്ളിലുണ്ടാവാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അയാളത്ത് എങ്ങനെ നമ്മൾ എത്തിപ്പെടാൻ, അങ്ങോട്ട് അവർ നമ്മളെപ്പോലത്തെ ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് നമുക്ക് അവർ റിജക്റ്റ് ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്യണം, അവരടുത്ത് എത്തുക എന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് ഒരു സംഭവം. ഇപ്പോൾ ഇന്ന ആളത്ത് ഞാൻ എങ്ങനെ പോകും, പേടിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കും. ആ ഒരു സംഭവമാണ് നമ്മളെ പിന്നെ ഇപ്പോൾ നമ്മൾ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇനിയും എത്രയോ എത്താനുണ്ട്. ആ ഒരു ധൈര്യം നമ്മളുണ്ടല്ലോ, അത് പിന്നെ രമ്യ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒട്ടനവധി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഒരു സ്ഥലത്ത് പെട്ടെന്ന് കയറി ഒരു ചെടി സ്പീഡായിട്ട് വളർന്ന മാതിരിയല്ല, ഇതൊക്കെ വലിയ വേര് പിടിച്ച് വളർന്ന മാതിരി കുറേ കഷ്ടപ്പെട്ടാണ് വളർന്നത്. പെട്ടെന്ന് തളരൂല. പിന്നെ നിരാശപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും നമ്മളെ നിരുത്സാഹപ്പെടുത്തും. ആദ്യമൊക്കെ നമുക്ക് ആ ഒരു മൈൻഡ് വന്നിരുന്നു. നിരുത്സാഹപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഭയം, എന്താണ്, പിന്നെ അതിനെപ്പറ്റി നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പോകും. ഇപ്പോൾ അത് കേട്ട് മടുത്തുകൊണ്ട് എന്താ അങ്ങനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അത് കുടുംബത്തിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും പിന്നെ നല്ല എനർജറ്റിക്കായിട്ട് പോകുന്ന ആൾക്കാരെ, ഇപ്പോൾ രമ്യനെ ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ
5 മിനിറ്റ് കൊണ്ട് ഞാൻ രമ്യനെ ആകെ ചിന്തിപ്പിച്ച് ഒരു ഒരു ഡൗൺ ആക്കാൻ പറ്റും. ഡൗൺ ആക്കാൻ പറ്റും. സത്യത്തിൽ എന്തോ ഒരു കാര്യം രമ്യനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്താ സുലൈം പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ആൾക്കാരെന്ത് ചെയ്യും, പിന്നെ സുലൈമാനെ അങ്ങനെയല്ലേ, ഈ ഒരു സംഗതിയിൽ കുറേ ആൾക്കാർ ഡൗൺ ആവും. അപ്പൊ ഇക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എത്ര 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 കുടുംബപരമായിട്ട്, കൂട്ടുകാരപരമായിട്ട്, കച്ചവടപരമായിട്ട് ഇല്ലാത്ത സംഗതികൾ, ഉള്ള സംഗതികൾ, ഇല്ലാത്ത സംഗതികൾ. ഇത് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എനർജി പറ്റ താന്നു പോകും. അവിടെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് അവിടെ കോൺഷ്യസ്ലി ഇക്ക വളരുന്നത് കണ്ടിട്ട് ആ വളർച്ചയുടെ അധപതനം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ? അതെ അതെ അതെ. അത് ഈ അസൂയ, ഇതിനൊരു ഒരു മരുന്നില്ലല്ലോ ശരിക്ക്. അത് എങ്ങനെ ഏത് കാലത്തും അത് ലോകത്തുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. പിന്നെ ചില ലാൻഡുകൾ കൊടുക്കാണ്ടാവുമ്പോൾ അതിനെ മൈനസ് പറയും. ശരിക്കും ആ പോയിന്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ശരിക്ക് കയറി ചെന്ന് പഠിക്കണം. സുലൈമാനെ അവിടെ പണ്ട് ഒരു ശവം കുഴിച്ചിട്ട് കേട്ടോ, അല്ല ആ ഭൂമിയിൽ വെള്ളേ ഇല്ല എന്ന് പറയും ചിലപ്പോൾ. അപ്പം എന്തോ ഒരു, അപ്പം നമ്മളെന്ത് ചെയ്യും, അയാൾ പറഞ്ഞു അവിടെ വെള്ളം കിട്ടില്ല എന്ന് പോകുന്നു. ശരിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാം രമ്യ, അവിടെ പോയിട്ട് ശരിക്കും ഒരു കുഴൽ കിണർ കുഴിച്ചാൽ വെള്ളം ഉണ്ടാവും. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഭൂമി ചിലപ്പോൾ കുറേ കൊടുക്കാണ്ട്, കുറേ കാലമായി കൊടുക്കാൻ, അത് കൊടുത്ത് ഒരു കുരുത്തല്ലാത്ത ഭൂമിയാന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ആൾക്കാരെ തളർത്താൻ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ രണ്ടാമത് അതിനെ ഒന്ന് പഠിക്കും. അപ്പോൾ ശരിക്കും ഒന്നും ഉണ്ടാവില്ല, വെറുതെ പറഞ്ഞതായിരിക്കും. പ്രേതമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, പണ്ടങ്ങനെ മുട്ട കൊഴിച്ചിട്ടിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുള്ള ഭൂമിയാണ്. അയ്യോ, ഇങ്ങനെ എന്തൊക്കെ അവിടെ അവരച്ഛനെ കുഴിച്ചിട്ടുണ്ട് അറിയാം. ഞാൻ ചിലപ്പോൾ പറയാം കുഴിച്ചിട്ടോട്ടെ, അവിടെ കിടന്നോട്ടെ, അല്ല എന്താ പറയുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അതിൽ വിശ്വസിച്ചിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇക്കയ്ക്ക് ആ ഒരു തിരിച്ചറിവ് വന്നത്? തിരിച്ചറിവ് ഒരു നമ്മൾ ഒന്നും കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക, കൂടുതലായിട്ട് നമ്മളൊന്ന് പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ സത്യമൗല പറയും. ഇപ്പോൾ ഈ ഇടയിലൊരു പ്രശ്നം, ഒരു സംഭവം ഉണ്ടായേ. അത് ശരിക്കും എല്ലാവർക്കും അറിയാൻ വേണ്ടി നല്ലതാണ്. എൻ്റെ കൂടെ നടക്കുന്നൊരു പയ്യനെ കുറിച്ചിട്ട് ഒരുത്തൻ, അയാൾ MDM ആണ്, കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ രാത്രി ഒരു സ്ഥലത്ത് ഒരു കോഫി കുടിക്കാൻ പോയി. അപ്പോൾ തോന്നിയതായിരിക്കും, വേറൊരാൾ എന്നോട് പറഞ്ഞു ഇയാൾ ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ, അയാളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ പറഞ്ഞ പയ്യൻ 6 മാസം ഞാൻ ഈ പയ്യനോട് സംസാരിച്ചില്ല, അവൻ്റെ കൂടെ യാത്ര ചെയ്തില്ല. എനിക്ക് അവനോടൊരു ചോദിക്കാനൊട്ട് മടിയായി. അപ്പോൾ ഇവൻ പറഞ്ഞ എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ, എടാ മോനെ, ഇങ്ങനെ ഒരു സംഗതിയൊക്കെ നീ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടോ, ഒക്കെ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞു. അതാ ഞാനാ എന്തുട്ടി പറയണേ, ഞാനാ, എനിക്കങ്ങനത്തെ സംഭവം അറിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ സ്മോക്കേ ചെയ്തിട്ടില്ല. സാറ് എന്തായി സാറേ പറയുന്നത്? അതെന്താ നീ അറിഞ്ഞിട്ടില്ല? നീ ഇത് ഇല്ല സാറേ, ഞാൻ അങ്ങനത്തെ സംഭവം എനിക്കറിയില്ല. ആരെങ്കിലും സാറ് മേടിച്ചതായിട്ടോ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരു 5-6 മാസമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ സാധനം ഉപയോഗിച്ചു നോക്കണേ രമ്യ. ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാണ് വിശ്വസിച്ചത്. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളൊരാളെക്കുറിച്ചിട്ടോ ഒരു പെണ്ണിനെ കുറിച്ചിട്ടോ ഒരാളിനെ കുറിച്ചിട്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊരു ദേഷ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ച് നിന്നിട്ട് അവളങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇയാളപ്പം നടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എപ്പോഴും. എല്ലാവർക്കും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ, അനിയന്മാരുടെ കച്ചവടത്തിൽ, അനിയൻ ജ്യേഷ്ഠനെ കുറ്റം പലതും പറഞ്ഞുണ്ടാക്കുന്നത് ഇത് സത്യം ഉണ്ടോയെന്ന് ചിലപ്പം ഞാൻ അവരോട് ചോദിക്കില്ല. ചോദിച്ചാൽ മോശമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മൾ തുറന്ന് ചോദിക്കണം. എന്താണ് സംഭവിച്ചത്, നീ എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഒരാൾ പറയുന്നത് വിശ്വസിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്.